ഇതെന്താന്ന് മനസ്സിലായോ? ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ. ഉണ്ണിയപ്പമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. നമ്മുടെ ഉണ്ണിയപ്പം ഇല്ലേ, ഒന്ന് വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നതാണെന്ന് തോന്നിപ്പോകുന്ന പോലെ നമ്മുടെ നല്ല ഇളനീര് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇളനീരിൽ കളർ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു അന്യായമല്ലേ? ഇളനീരിന് അതിൻ്റേതായ വെള്ള നിറമല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു അക്രമം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വെള്ള നിറത്തിലുള്ള ഇളനീർ ഉണ്ണിയപ്പമാണ് ഇനി തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇളനീര് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളവും അതിൻ്റെ ഉള്ളിലുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമില്ലേ, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇളനീർ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് അരി കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. നന്നായി കുതിർന്നതിന് ശേഷം ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളം കളഞ്ഞെടുക്കാം. കാര്യം നമുക്ക് സാധാരണ വെള്ളമല്ല വേണ്ടത്, നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്, ഇളനീരുണ്ണിയപ്പമാണ്. അപ്പോൾ ഇളനീരുണ്ണിയപ്പത്തിനായിട്ടുള്ള ആ ഒരു പൾപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇളനീരിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, ഇത് വലിയ കഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കാതെ ഇതിൻ്റെ ഉള്ളിട്ട് അരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാലേ, കൊതി സഹിച്ച് തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. പിന്നെ ചേർക്കേണ്ടത് ഇളനീരിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ മധുരവും പിന്നെ വൈറ്റ് കളർ കിട്ടാനായിട്ട് ശർക്കരയല്ല, നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, ഇളനീരിൻ്റെ കാമ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് കാമ്പ് തന്നെ, അതായത് ഇളനീരിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം, പിന്നെ ഒരു ഏലക്ക, 1-2 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാവേ, ഒരു കുഞ്ഞി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവ കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി യോജിപ്പിച്ചിട്ടേ ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത്, ഒരു നുള്ള് മതി കേട്ടോ. ഇങ്ങനെ വെറുതെ ഒന്നൊരു പിഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇട്ടാൽ മതി, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനെ കലക്കി റെഡിയാക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും, കാരണം ഇത് ഇളനീരാണ്. ഇനി നമുക്ക് നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തത് ചേർത്ത് കൊടുക്കാം. എള്ളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ആ വെള്ള നിറം അങ്ങനെ തന്നെ കാണുന്നുണ്ടെങ്കിൽ എള്ളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് വറുത്ത തേങ്ങാക്കൊത്ത് ചേർക്കണം, ഇല്ലാതെ ഒരു രക്ഷയില്ല. കാര്യം ഈ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കറക്റ്റായിട്ട് കിട്ടണം, ആ ഒരു നെയ്യുടെ വാസനയും കറക്റ്റായിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് റെഡിയാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വേണമെങ്കിൽ അടച്ചു വയ്ക്കുന്നവർക്ക് അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാവിനൊരു ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. വേറെ വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷേ ഈ മാവിനുള്ള പ്രത്യേകത, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലും അതേ ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് മാവെടുത്ത് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ ഒരു മീഡിയം അല്ലെങ്കിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് 2 സൈഡും ഉൾഭാഗവും നന്നായിട്ട് വേവിച്ച് മറിച്ചിട്ടതിന് ശേഷം, ആ മറിച്ചിടുമ്പോൾ അതിൻ്റെ വെള്ള നിറമുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇളനീര് കൊണ്ട് നല്ല കിടിലൻ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്ക് ആ ഒരു തേങ്ങാക്കൊത്ത് ഇങ്ങനെ കാണും. തേങ്ങാക്കൊത്ത് നല്ല രസമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കടിച്ചിട്ട് കഴിക്കാനായിട്ട്. നെയ്യുടെ ഒരു വാസനയും ഒക്കെ കൂടെ ചേർന്നിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇളനീരും ഇളനീരിൻ്റെ വെള്ളവും ഒന്നും പറയണ്ട, പഞ്ചസാരയുടെ ആ ഒരു മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പമാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ തോന്നും. ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് കഴിച്ചു കൊണ്ടേയിരിക്കാൻ തോന്നും. അത്രയും സോഫ്റ്റാണ്, അത്രയും ടേസ്റ്റിയാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. സാധാരണ നല്ല ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ കാണുന്ന ഉണ്ണിയപ്പത്തിന് വ്യത്യസ്തമായിട്ട് നല്ല വെള്ള നിറത്തിൽ ഉണ്ണിയപ്പം ആകുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇളനീരിൻ്റെ കാമ്പും കൂടെ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല.